2019 ആറ്റിങ്ങലിൽ നടന്ന വോട്ടർ പട്ടിക ക്രമക്കേടിന് പിന്നിൽ CPM-ഉം BJP-യുമാണെന്ന് UDS കൺവീനർ അടൂർ പ്രകാശ് ആരോപിച്ചു. ആവശ്യമെങ്കിൽ കോടതിയെ സമീപിക്കുമെന്നും രാഹുൽ ഗാന്ധി ഇക്കാര്യങ്ങൾ ജനങ്ങൾക്ക് മുന്നിലേക്ക് എത്തിച്ചുവെന്നും ജനാധിപത്യത്തെ എങ്ങനെ തകർക്കാമെന്നതിൽ ഗവേഷണം നടത്തുകയാണ് മാർക്സിസ്റ്റ് പാർട്ടിയും BJP-യുമെന്നും അദ്ദേഹം പറഞ്ഞു. കേരളത്തിലെ കർഷകർക്ക് സൗജന്യമായി സൗരോർജ്ജ പമ്പുകൾ നൽകാനുള്ള കേന്ദ്ര പദ്ധതിയായ PM കുസും പദ്ധതിയിൽ പൊതുമേഖലാ സ്ഥാപനമായ അനർട്ട് നടത്തിയ 100 കോടിയോളം രൂപയുടെ ക്രമക്കേടുകളെപ്പറ്റി വിശദമായ അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗം രമേശ് ചെന്നിത്തല വിജിലൻസ് ഡയറക്ടർക്ക് പരാതി നൽകി. കേരളത്തിലെ കർഷകർക്ക് സൗജന്യമായി സൗരോർജ്ജ പമ്പുകൾ നൽകാനുള്ള കേന്ദ്ര പദ്ധതിയായ PM കുസും പദ്ധതിയിൽ പൊതുമേഖലാ സ്ഥാപനമായ അനർട്ട് നടത്തിയ 100 കോടിയോളം രൂപയുടെ ക്രമക്കേടുകളെപ്പറ്റി വിശദമായ അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗം രമേശ് ചെന്നിത്തല വിജിലൻസ് ഡയറക്ടർക്ക് പരാതി നൽകി. ദേശീയ ശരാശരിയുടെ ഇരട്ടിയിലധികം വളർച്ച കാർഷിക മേഖലയിൽ കേരളം കൈവരിച്ചതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. കഴിഞ്ഞ സാമ്പത്തിക വർഷം ദേശീയ തലത്തിൽ കാർഷിക മേഖല 2.1% വളർച്ച രേഖപ്പെടുത്തിയപ്പോൾ കേരളം 4.65% വളർച്ച നേടിയതായി അദ്ദേഹം പറഞ്ഞു. കർഷക ദിന ആഘോഷം ഓൺലൈനായി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി. കേരളത്തിലെ 9 ഡാമുകളിൽ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചു. സംസ്ഥാനത്ത് കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ ഡാമുകളിലെ ജലനിരപ്പ് ഉയരുകയാണ്. തുടർന്നാണ് റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചത്. പത്തനംതിട്ട കക്കി, മൂഴിയാർ, ഇടുക്കി, മാട്ടുപ്പെട്ടി, കല്ലാർകുട്ടി, ഇരട്ടയാർ, ലോവർ പെരിയാർ, തൃശൂർ, ഷോളയാർ, പെരിങ്ങൽകുത്ത്, വയനാട്, ബാണാസുര സാഗർ എന്നീ ഡാമുകളിലാണ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. PP ദിവ്യയുടെ ബിനാമി സ്വത്ത് സംബന്ധിച്ച് തെളിവ് സഹിതം വിജിലൻസിന് പരാതി നൽകിയിട്ട് 6 മാസമായെന്നും പരാതിക്കാരന്റെ മൊഴി പോലും ഇതുവരെ എടുത്തില്ല എന്നും KSU സംസ്ഥാന ഉപാധ്യക്ഷൻ മുഹമ്മദ് ഷമ്മാസ് ഉന്നത CPM നേതാക്കളുടെ ബന്ധം പുറത്താകും എന്നതുകൊണ്ടാണ് അന്വേഷണം നീട്ടുന്നതെന്നും ഈ ബിനാമി ഇടപാടിൽ ദിവ്യ എന്ന ചെറിയ മീൻ മാത്രമല്ല ഉള്ളതെന്നും നീതി തേടി ഹൈക്കോടതിയിൽ ഹർജി നൽകിയിട്ടുണ്ട് എന്നും മുഹമ്മദ് ഷമ്മാസ് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. കോഴിക്കോട് വീണ്ടും അമീബിക് മസ്തിഷ്ക ജ്വരം. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുള്ളവരാണ് രോഗലക്ഷണങ്ങൾ പ്രകടിപ്പിച്ചിരിക്കുന്നത്. ഓമശ്ശേരി സ്വദേശിയായ 3 മാസം പ്രായമുള്ള കുഞ്ഞിനും അന്നശ്ശേരി സ്വദേശിയായ യുവാവിനുമാണ് രോഗം. മസ്തിഷ്ക ജ്വരം ബാധിച്ച് ചികിത്സയിൽ കഴിയുന്ന 3 മാസം പ്രായമുള്ള കുട്ടിയുടെ രോഗകാരണമായ ജലസ്രോതസ് വീട്ടിലെ കിണറാണെന്ന് സ്ഥിരീകരിച്ചു. താമരശ്ശേരിയിലെ 4ാം ക്ലാസ് വിദ്യാർത്ഥി അമീബിക് മസ്തിഷ്ക ജ്വരം വന്നു മരിച്ച സംഭവത്തിൽ സ്കൂളിൽ ബോധവത്കരണം നടത്താനുള്ള തീരുമാനത്തിൽ ആരോഗ്യവകുപ്പ്. 4ാം ക്ലാസ്സുകാരി പഠിച്ചിരുന്ന കോരങ്ങാട് LP സ്കൂളിൽ ആരോഗ്യവകുപ്പ് നാളെ ബോധവൽക്കരണ ക്ലാസ് നടത്തും. കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും അധ്യാപകർക്കുമാണ് ക്ലാസ് നടത്തുക. അറബിക് കോളേജ് UUമാരെ വെച്ചാണ് MSF കാലിക്കറ്റ് സർവകലാശാല പിടിച്ചതെന്ന SFI പരിഹാസത്തോട് പ്രതികരിച്ച് MSF. ഈ പ്രതികരണത്തിലൂടെ പുറത്തുവരുന്നത് SFI നേതാക്കളുടെ ഉള്ളിലെ വർഗീയ വംശീയ വെറിയാണെന്ന് MSF സംസ്ഥാന പ്രസിഡന്റ് PK നവാസ് പറഞ്ഞു. SFI കുത്തകകളാക്കി വെച്ചിരുന്ന മലബാറിലെ സർക്കാർ കോളേജുകളിൽ നിന്നാണ് MSF ജയിച്ചു വരുന്നതെന്നും പ്രതിസന്ധിയിൽ നിന്നും കരകയറാനാണ് SFI നേതാക്കൾ ഇപ്പോൾ വർഗീയ കാർഡ് എടുക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. കോഴിക്കോട് തോരായിക്കടവ് പാലം നിർമ്മാണത്തിനിടെ തകർന്നതിന് കാരണം കോൺക്രീറ്റ് പമ്പ് ശക്തമായി പ്രവർത്തിപ്പിച്ചതാണെന്ന് കരാർ കമ്പനി. കോൺക്രീറ്റ് പമ്പിൽ തടസ്സം നേരിട്ടപ്പോൾ പ്രഷർ കൂട്ടി പ്രവർത്തിപ്പിച്ചു. ഈ സമ്മർദ്ദം താങ്ങാനാതെയാണ് ഗർഡർ തകർന്നതെന്ന് കേരള റോഡ് ഫണ്ട് ബോർഡ് പ്രൊജക്ട് ഡയറക്ടർക്ക് PMR കമ്പനി വിശദീകരണം നൽകി. താരസംഘടനയായ അമ്മയിലെ മാറ്റം നല്ലതിനെന്ന് നടൻ ആസിഫ് അലി. വനിതകൾ തലപ്പത്തേക്ക് വരണമെന്നത് തനിക്ക് നേരത്തെ തന്നെയുള്ള അഭിപ്രായമാണെന്നും പോസിറ്റീവായ മാറ്റങ്ങൾ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും അമ്മ എന്നത് ഒരു കുടുംബമാണ് എന്നും ആ കുടുംബത്തിൽ നിന്ന് ആർക്കും വിട്ടുനിൽക്കാനാവില്ല എന്നും ആസിഫ് അലി പറഞ്ഞു. ഇരിങ്ങാലക്കുട കൂടൽമാണിക്യം ക്ഷേത്രത്തിൽ ആനയൂട്ടിനെട്ടിച്ച ആനകൾ ഇടഞ്ഞ് പരസ്പരം കൊമ്പുകൂർത്തു. കൊള്ളക്കാടൻ കുട്ടിശങ്കരൻ എന്ന ആനയും അമ്പാടി മഹാദേവൻ എന്ന ആനയുമാണ് കൊമ്പുകൂർത്തത്. ആനയൂട്ട് കഴിഞ്ഞ് മടങ്ങി വഴിക്കോട്ടിലായിക്കാൽ ക്ഷേത്രനടയിൽ തൊഴുന്നതിനിടെയാണ് സംഭവം. തകർന്നടിഞ്ഞ അത്താണി പൂമല റോഡിലെ ദുരിതയാത്രയിൽ പ്രതിഷേധവുമായി നാട്ടുകാർ. പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസിന്റെ കോലം തകർന്ന റോഡിലെ കുഴിയിൽ മൂടിയായിരുന്നു ജനകീയ പ്രതിഷേധം. ജില്ലയിലെ പ്രധാന ടൂറിസം കേന്ദ്രങ്ങളിലൊന്നായ പൂമല ഡാമിലേക്കുള്ള പാതയിതാണ് വഴിതടഞ്ഞ് വേറിട്ട സമരവുമായി നാട്ടുകാർ രംഗത്തെത്തിയത്. ഷുഹൈബ് വധക്കേസ് പ്രതി സഞ്ജയ് കണ്ണൂർ മട്ടന്നൂരിൽ MDMAയുമായി പിടികൂടി. 5 പേർക്കൊപ്പം 27 ഗ്രാം NDMAയും പിടികൂടിയിട്ടുണ്ട്. ചാലോടുള്ള ഒരു ലോഡ്ജിൽ നിന്നാണ് 6 അംഗ സംഘത്തെ ഇന്നലെ രാത്രി പിടികൂടിയത്. 27.82 ഗ്രാം MDMAയാണ് പിടിച്ചത്. ഇന്നലെ തന്നെ ഇവരെ വൈദ്യപരിശോധനയ്ക്ക് വിധേയമാക്കിയിരുന്നു. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെ ദൗത്യം പൂർത്തിയാക്കി ശുഭാംശു ശുക്ല രാജ്യത്ത് തിരിച്ചെത്തി. ഡൽഹി ഇന്ദിരാഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ വിമാനമിറങ്ങിയ അദ്ദേഹത്തെ കേന്ദ്ര ശാസ്ത്ര സാങ്കേതിക മന്ത്രി ജിതേന്ദ്ര സിംഗും ഡൽഹി മുഖ്യമന്ത്രി രേഖ ഗുപ്തയും ചേർന്ന് സ്വീകരിച്ചു. ആക്സിയം 4 ദൗത്യത്തിന്റെ ഭാഗമായിരുന്ന അദ്ദേഹം ജൂൺ 26-ന് ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിലെത്തി. ജൂലൈ 15-ന് തിരികെ എത്തി. മധ്യപ്രദേശിലെ 71 ജില്ലാ അധ്യക്ഷന്മാരുടെ പട്ടിക കോൺഗ്രസ് നേതൃത്വം പുറത്തുവിട്ടതിന് പിന്നാലെ ഭോപ്പാൽ, ഇൻഡോർ, ഉജ്ജയിൻ, ബുർഹാൻപൂർ തുടങ്ങി വിവിധ ജില്ലകളിൽ പാർട്ടിക്കുള്ളിൽ പൊട്ടിത്തെറി.
നിരവധി പേർ രാജിവെക്കുകയും നേതാക്കൾ പ്രതിഷേധവുമായി തെരുവിലിറങ്ങുകയും ചെയ്തു. ബുർഹാൻപുരിൽ നേതാക്കൾ രഹസ്യയോഗം ചേർന്നതായും വിവരമുണ്ട്. മുൻ മുഖ്യമന്ത്രി ദിഗ്വിജയ് സിംഗിന്റെ മകനും മുൻ മന്ത്രിയുമായ ജയ്വർദ്ധൻ സിംഗിനെ തരം താഴ്ത്തിയെന്നാരോപിച്ചാണ് പ്രധാന പ്രതിഷേധം നടന്നത്. മഹാരാഷ്ട്ര ഗവർണറായ CP രാധാകൃഷ്ണനാണ് NDA ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥി. തമിഴ്നാട്ടിൽ നിന്നുള്ള BJP നേതാവായ ഇദ്ദേഹം നേരത്തെ ഝാർഖണ്ഡ് ഗവർണറായി പ്രവർത്തിച്ചിട്ടുണ്ട്. തമിഴ്നാട് BJPയുടെ മുൻ അധ്യക്ഷനായിരുന്നു. ഉപരാഷ്ട്രപതിയെ ഐക്യകണ്ഠേന തിരഞ്ഞെടുക്കണമെന്നാണ് ആഗ്രഹമെന്നും പിന്തുണ സ്വീകരിച്ച് പ്രതിപക്ഷത്തെ കാണുമെന്നും BJP ദേശീയ അധ്യക്ഷൻ JP നഡ്ഡ പറഞ്ഞു. ആന്ധ്രാപ്രദേശിൽ സ്ത്രീകൾക്കായി പ്രഖ്യാപിച്ച സൗജന്യ യാത്രാ പദ്ധതിയായ സ്ത്രീ ശക്തി വൻ വിജയം. ഈ പദ്ധതി പ്രകാരം 30 മണിക്കൂറിനുള്ളിൽ 12 ലക്ഷത്തിലധികം വനിതാ യാത്രികർ സൗജന്യ യാത്ര നടത്തി. സംസ്ഥാന സർക്കാരിന്റെ സൂപ്പർ 6 വാഗ്ദാനങ്ങളിലൊന്നായിരുന്നു ഇത്. സംസ്ഥാനത്തിന്റെ എല്ലാ ഭാഗത്തു നിന്നും മികച്ച പ്രതികരണമാണ് ലഭിച്ചതെന്ന് സർക്കാർ വൃത്തങ്ങൾ അറിയിച്ചു. ജമ്മു കാശ്മീരിലെ രാജ്ഭാഗിലെ ജോഡ്ഘാട്ടി ഗ്രാമത്തിൽ മേഘസ്ഫോടനമുണ്ടായി. കത്തുവയിൽ മേഘസ്ഫോടനത്തെ തുടർന്നുണ്ടായി മിന്നൽ പ്രളയത്തിൽ 7 പേർ മരിച്ചു, 6 പേർക്ക് പരിക്കേറ്റു. മിന്നൽ പ്രളയത്തിൽ വ്യാപക നാശനഷ്ടമുണ്ടായതായിട്ടാണ് വിവരം. കനത്ത മഴയെ തുടർന്ന് മിക്ക ജലാശയങ്ങളിലും ജലനിരപ്പ് കുത്തനെ ഉയർന്നിട്ടുണ്ടെന്നും ഉജു നദി അപകടകരമായ വിധത്തിലാണ് ഒഴുകുന്നത് എന്നും അധികൃതർ പറഞ്ഞു. യമുന നദിയിൽ പ്രളയ മുന്നറിയിപ്പ്. 2 ദിവസത്തിനുള്ളിൽ നദിയിലെ ജലനിരപ്പ് അപകട പരിധിക്ക് മുകളിലെത്തുമെന്നാണ് ഡൽഹി സർക്കാരിന്റെ അറിയിപ്പ്. ഓഗസ്റ്റ് 19 പുലർച്ചെ 2 മണിയോടെ അപകടനിലയായ 206 മീറ്ററിന് മുകളിൽ ജലനിരപ്പ് എത്തുമെന്നാണ് ഇറിഗേഷൻ ആൻഡ് ഫ്ലഡ് കൺട്രോൾ ഡിപ്പാർട്ട്മെന്റിന്റെ മുന്നറിയിപ്പ്. പാകിസ്ഥാന് വേണ്ടി ചാരപ്രവൃത്തി നടത്തി എന്ന കേസിൽ ജയിലിൽ കഴിയുന്ന യൂട്യൂബർ ജ്യോതി മൽഹോത്രയ്ക്കെതിരായ കുറ്റപത്രം കോടതി ഇന്ന് പരിഗണിക്കും. പാകിസ്ഥാൻ എംബസിയിലെ ഉദ്യോഗസ്ഥൻ കൂടാതെ 3 ISI ഏജന്റുമാരുമായി ജ്യോതിക്ക് ബന്ധമുണ്ടെന്നാണ് പോലീസിന്റെ കുറ്റപത്രത്തിലെ കണ്ടെത്തൽ. പാകിസ്ഥാൻ നയതന്ത്ര ഉദ്യോഗസ്ഥനുമായി 3 രാജ്യങ്ങൾ ജ്യോതി സന്ദർശിച്ചുവെന്നും കുറ്റപത്രത്തിലുണ്ട്. പാകിസ്ഥാന്റെ ഭൂമിക്കടിയിൽ അപൂർവ നിധിയുണ്ട് എന്നും അതുപയോഗിച്ച് പ്രതിസന്ധിയിലായ സമ്പദ് വ്യവസ്ഥയെ കരകയറ്റുമെന്നും പാകിസ്ഥാൻ സേനാ മേധാവി ഫീൽഡ് മാർഷൽ അസീം മുനീർ പറഞ്ഞു. പാകിസ്ഥാന്റെ ധാതുശേഖരം ഉപയോഗപ്പെടുത്തുമെന്നാണ് അസീം മുനീറിന്റെ അവകാശവാദം. വോട്ടർ പട്ടികയിലെ ക്രമക്കേടുകൾക്കെതിരെ രാഹുൽ ഗാന്ധിയും തേജസ്വി യാദവും നയിക്കുന്ന വോട്ടർ അധികാർ യാത്രയ്ക്ക് തുടക്കമായി. ബീഹാറിലെ സസാരമേൽ നിന്നും തുടങ്ങിയ യാത്ര സെപ്റ്റംബർ 1 പാട്നയിൽ സമാപിക്കും. ഇന്ത്യ സഖ്യം നേതാക്കളും യാത്രയിൽ അണിനിരക്കും. ഭരണഘടനയെ സംരക്ഷിക്കാനുള്ള യുദ്ധമാണിതെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു. 1 കോടി പുതിയ വോട്ടർമാരെ മഹാരാഷ്ട്രയിൽ ചേർത്തുവെന്നും ഉന്നയിച്ച സംശയങ്ങൾക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മറുപടി നൽകുന്നില്ലെന്നും കള്ളവോട്ടുകൾ കൊണ്ടാണ് BJP ജയിക്കുന്നതെന്നും CCTV ദൃശ്യങ്ങളോ മറ്റു ഡിജിറ്റൽ തെളിവുകളോ കമ്മീഷൻ നൽകുന്നില്ലെന്നും വോട്ടർ അധികാർ യാത്രയ്ക്ക് തുടക്കം കുറിച്ചുകൊണ്ട് രാഹുൽ പറഞ്ഞു. വോട്ടർ പട്ടികയിലെ ക്രമക്കേടുമായി ബന്ധപ്പെട്ടുണ്ടായ രാഹുൽ ഗാന്ധിയുടെ ആരോപണങ്ങളിൽ പ്രതികരണവുമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. രാഷ്ട്രീയ പാർട്ടികൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനിലെ രജിസ്ട്രേഷൻ വഴിയാണ് നിലനിൽക്കുന്നതെന്നും കമ്മീഷൻ എങ്ങനെ ആ രാഷ്ട്രീയ പാർട്ടികളോട് വിവേചനം കാണിക്കുമെന്നും കമ്മീഷന് പക്ഷമില്ല എന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാർ വ്യക്തമാക്കി. വോട്ടുകൊള്ള എന്ന ആരോപണം ഇന്ത്യയുടെ ഭരണഘടനയ്ക്ക് അപമാനമാണെന്നും വോട്ടറുടെ സ്വകാര്യത സംരക്ഷിക്കണമെന്ന് സുപ്രീംകോടതി നിർദ്ദേശിച്ചിട്ടുണ്ടെന്നും രാഹുൽ സ്വകാര്യത ലംഘിച്ചുവെന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ വിമർശിച്ചു. ഇത്ര നാളുകൾക്കു ശേഷം പരാതിയുന്നയിക്കുന്നവരുടെ ഉദ്ദേശം എന്താണ് എന്നും കമ്മീഷൻ ചോദിച്ചു. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തിയ വാർത്താസമ്മേളനത്തിന്റെ പ്രതികരണവുമായി രാഹുൽ ഗാന്ധി. താൻ ഉന്നയിച്ച ചോദ്യങ്ങളിൽ ഒന്നിനുപോലും മറുപടിയില്ലെന്നും വോട്ട് മോഷണം ഇനി അനുവദിക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു. രാജ്യത്തെ പാവപ്പെട്ടവന്റെ കയ്യിൽ വോട്ട് മാത്രമായിരുന്നു മിച്ചമുണ്ടായിരുന്നതെന്നും അതും ഇപ്പോൾ തട്ടിയെടുത്തിരിക്കുന്നുവെന്നും രാഹുൽ പറഞ്ഞു. മോദിയും അമിത്ഷായും നിർദ്ദേശിച്ചത് പ്രകാരമാണ് വോട്ടർ പട്ടികയിൽ നിന്നും വ്യാപകമായി കമ്മീഷൻ പേരുകൾ നീക്കം ചെയ്തതെന്നും ഡിജിറ്റൽ തെളിവുകൾ നശിപ്പിക്കാമെന്ന നിയമനിർമ്മാണം ആർക്കുവേണ്ടിയാണ് നടത്തിയതെന്നും ഒരു കേസ് പോലും തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ നൽകാൻ കഴിയാത്ത വിധം കാര്യങ്ങൾ അട്ടിമറിക്കുമെന്നും എന്തൊക്കെ സംഭവിച്ചാലും ഒരടി പോലും പിന്നോട്ടു പോകില്ല എന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. വിരോധാഭാസത്തിന്റെയും വിചിത്ര ന്യായീകരണങ്ങളുടെയും ഘോഷയാത്രയായിരുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വാർത്താസമ്മേളനമെന്നും വോട്ടർ പട്ടിക ക്രമക്കേടുമായി ബന്ധപ്പെട്ട് രാഹുൽ ഗാന്ധി ഉന്നയിച്ച ചോദ്യങ്ങൾക്ക് മറുപടി പറയാതെ അതിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനുള്ള ശ്രമങ്ങളാണ് കമ്മീഷൻ നടത്തുന്നതെന്നും KC വേണുഗോപാൽ MP പറഞ്ഞു. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തുണ്ടായ ക്രമക്കേട് പുറത്തായതിലെ അസ്വസ്ഥതയും വെപ്രാളവുമാണ് വാർത്താസമ്മേളനത്തിലുടനീളം രാജ്യം കണ്ടതെന്നും BJP കാര്യാലയത്തിൽ നിന്നും എഴുതി തയ്യാറാക്കി നൽകിയ വെല്ലുവിളികളും ഭീഷണിയും മാത്രമാണ് കമ്മീഷന്റെ വാർത്താസമ്മേളനത്തിൽ പ്രതിഫലിച്ചതെന്നും KC വേണുഗോപാൽ പറഞ്ഞു. വോട്ടർ പട്ടിക ആരോപണങ്ങൾ തെറ്റാണെന്ന് തെളിയിക്കുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചെയ്യേണ്ടതെന്നാണ് മന്ത്രി P. രാജീവ്. ഒരു അന്വേഷണവും നടത്തില്ല എന്ന കമ്മീഷന്റെ നിലപാട് ശരിയല്ലെന്നും കമ്മീഷൻ സ്വതന്ത്രവും നിഷ്പക്ഷവുമായിരിക്കണമെന്നും P. രാജീവ് പറഞ്ഞു. വോട്ടർ പട്ടിക ആരോപണങ്ങളിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് മറുപടി നൽകേണ്ടതെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. താൻ മന്ത്രിയാണെന്നും ആ ഉത്തരവാദിത്തം കാണിച്ചുവെന്നും കൂടുതൽ ചോദ്യങ്ങളുണ്ടെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ചോദിക്കാമെന്നും സുരേഷ് ഗോപി പറഞ്ഞു. അതുമല്ലെങ്കിൽ കേസ് സുപ്രീംകോടതിയിലെത്തുമ്പോൾ അവിടെ ചോദിക്കാമെന്നും അദ്ദേഹം പറഞ്ഞു. ചില വാനരന്മാർ ഇവിടെ നിന്ന് ഉന്നയിക്കലുമായി ഇറങ്ങിയിട്ടുണ്ടായിരുന്നല്ലോ എന്നും സുരേഷ് ഗോപി പരിഹസിച്ചു. വാനരൻ പരാമർശം നടത്തിയ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിക്ക് മറുപടിയുമായി മുൻ MP TN പ്രതാപൻ.
വോട്ടർ പട്ടിക ക്രമക്കേടുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾക്ക് മറുപടി പറയാതെ സത്യം വിളിച്ചു പറയുന്നവരെ അപമാനിക്കുകയാണ് സുരേഷ് ഗോപിയെന്നും ഇലക്ഷൻ കമ്മീഷനെ കൂട്ടുപിടിച്ച് താൻ ചെയ്ത കുറ്റകൃത്യത്തിൽ നിന്ന് രക്ഷപ്പെടാമെന്ന് സുരേഷ് ഗോപി കരുതേണ്ടെന്നും ടി.എൻ. പ്രതാപൻ പറഞ്ഞു. സുരേഷ് ഗോപിയുടെ മറുപടി കണ്ണാടിയിൽ നോക്കിയുള്ളതാണ്. അതേ പദത്തിൽ മറുപടി പറയാൻ തങ്ങളുടെ സംസ്കാരം അനുവദിക്കുന്നില്ലെന്നും തൃശൂർ DCC അധ്യക്ഷൻ ജോസഫ് ടാജറ്റ് പറഞ്ഞു. സുരേഷ് ഗോപി അനധികൃതമായി ചേർത്ത വോട്ടുകളെക്കുറിച്ചാണ് കോൺഗ്രസ് പറഞ്ഞത്. ഈ പ്രയോഗത്തിലൂടെ തൃശൂരിലെ വോട്ടർമാരെയും ജനങ്ങളെയും അവഹേളിച്ചുവെന്നും തെറ്റുപറ്റിയപ്പോൾ പിടിച്ചു നിൽക്കാൻ വേണ്ടി നൽകിയ മറുപടിയാണിതെന്നും അദ്ദേഹം പറഞ്ഞു. കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ തൃശൂർ ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി. ജില്ലയിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധിയായിരിക്കുമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു. ഇന്ന് നടക്കാനിരുന്ന ഓണപരീക്ഷയുടെ പുതുക്കിയ തീയതി പിന്നീട് അറിയിക്കുമെന്നും കളക്ടർ വ്യക്തമാക്കി. മുൻകൂട്ടി നിശ്ചയിച്ച മറ്റു പരീക്ഷകൾക്കും അഭിമുഖങ്ങൾക്കും മാറ്റമുണ്ടായിരിക്കില്ല എന്നും ജില്ലാ കളക്ടർ അറിയിച്ചു. CPM-ൽ പരാതി ചോർച്ചാ വിവാദം. പാർട്ടി നേതാക്കൾ UK-യിലെ വ്യവസായി രാജേഷ് കൃഷ്ണയുമായി നടത്തിയ പണമിടപാടിന്റെ അന്വേഷണം ആവശ്യപ്പെട്ട് PB-ക്ക് നൽകിയ പരാതിയാണ് ചോർന്നത്. ചോർച്ചയ്ക്ക് പിന്നിൽ സ്ഥാനം സെക്രട്ടറി MV ഗോവിന്ദന്റെ മകൻ ശ്യാംജിത്താണെന്നും മാഹിയിലെ വ്യവസായി മുഹമ്മദ് ഷർസാദ് ജനറൽ സെക്രട്ടറി MM ബേബിക്ക് കത്ത് നൽകി. രാജേഷ് കൃഷ്ണയും സ്ഥാനത്തെ പ്രമുഖരായ പാർട്ടി നേതാക്കളുമായി വലിയ സാമ്പത്തിക ഇടപാടുകളുണ്ടെന്നാണ് പരാതിയുടെ ഉള്ളടക്കം. പാർട്ടിയെ അപകീർത്തിപ്പെടുത്താൻ ഉദ്ദേശിച്ചല്ല ഞാൻ പരാതി നൽകിയതെന്നും CPM-ലെ കത്ത് വിവാദത്തിൽ പരാതിക്കാരനായ വ്യവസായി മുഹമ്മദ് ഷർസാദ് പറഞ്ഞു. രാജേഷ് കൃഷ്ണ കടലാസ് കമ്പനിയുണ്ടാക്കി കേരളത്തിലെ സർക്കാർ പദ്ധതിയിൽ നിന്ന് പണം തട്ടിയെന്നും MV ഗോവിന്ദന്റെ മകനുമായി സാമ്പത്തിക ഇടപാടുകൾ നടത്തിയെന്നും ഇദ്ദേഹം ആരോപിക്കുന്നു. MB രാജേഷ്, KN ബാലഗോപാൽ, MV ഗോവിന്ദൻ തുടങ്ങി CPM-ന്റെ മുൻനിര നേതാക്കളുമായി രാജേഷ് കൃഷ്ണയ്ക്ക് അടുത്ത വ്യക്തിബന്ധമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. CPM-ലെ കത്ത് വിവാദത്തിൽ പ്രതികരണവുമായി പ്രതിപക്ഷ നേതാവ് VD സതീശൻ. കത്തിലുള്ളത് ലട്ടിക്കുന്ന വിവരങ്ങളാണെന്നും CPM-ന്റെ ആരും കാണാത്ത മുഖമാണ് പുറത്തുവന്നതെന്നും ചെന്നൈ വ്യവസായി കൊടുത്ത കത്ത് കോടതിയിലെത്തിയതോടെ ഔദ്യോഗിക രേഖയായി മാറിയെന്നും ദുരൂഹമായ സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ചാണ് കത്തിലുള്ളത് എന്നും ഈ കത്ത് എന്തുകൊണ്ടാണ് പാർട്ടി മൂടിവെച്ചതെന്നും വ്യക്തമാക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. കേരളത്തിലെ CPM നേതാക്കളുടെ അക്കൗണ്ടുകളിലേക്ക് പണം എത്തിയെന്നാണ് മനസ്സിലാക്കുന്നത്. വിദേശ രാജ്യങ്ങളിൽ നിന്ന് കേരളത്തിലെ CPM നേതാക്കൾക്കും മന്ത്രിമാർക്കും ശതകോടിക്കണക്കിന് രൂപ അനധികൃതമായി ലഭിച്ചതെന്നത് ഞെട്ടിക്കുന്നതാണെന്ന് BJP മുൻ സ്ഥാനമധ്യക്ഷൻ K. സുരേന്ദ്രൻ പറഞ്ഞു. CPM അധോലോക സംഘമായി മാറിയിരിക്കുകയാണെന്നും കോഴിക്കോട് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞു. അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ ADGP MR അജിത് കുമാറിനെ മുഖ്യമന്ത്രി സംരക്ഷിക്കുകയാണെന്ന് UDF കൺവീനർ അടൂർ പ്രകാശ് പറഞ്ഞു. അജിത് കുമാറും മുഖ്യമന്ത്രിയും തമ്മിലുള്ള ബന്ധത്തിന് പിന്നിൽ എന്താണെന്ന് കണ്ടെത്തണമെന്നും ധാർമ്മിക ഉത്തരവാദിത്തമുള്ള മുഖ്യമന്ത്രിയെങ്കിൽ രാജിവെക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. KTU ഡിജിറ്റൽ സർവകലാശാലകളിലെ VC നിയമനത്തിൽ സെർച്ച് കമ്മിറ്റിയിലേക്കുള്ള വിദഗ്ധരുടെ പട്ടിക സംസ്ഥാന സർക്കാരിന്റെ കൈമാറിയ ഗവർണർ. 4 പേരുടെ പട്ടികയാണ് സർക്കാർ അഭിഭാഷകന് കൈമാറിയത്. സർക്കാരും ഗവർണറും പട്ടിക പരസ്പരം കൈമാറാൻ സുപ്രീംകോടതി നിർദ്ദേശിച്ചിരുന്നു. സർക്കാർ ഇതുവരെ പട്ടിക ഗവർണറുടെ അഭിഭാഷകന് കൈമാറിയിട്ടില്ല. കേസ് ഇന്നാണ് സുപ്രീംകോടതി പരിഗണിക്കുന്നത്. ചിങ്ങപ്പുലരിയിൽ സംസ്ഥാനമെങ്ങും വിവിധ കർഷക സംഘടനകളുടെ പ്രതിഷേധം നടന്നു. വയനാട്ടിലെ നെൽകർഷകർ ചിങ്ങം 1 യാചക ദിനമാക്കിയപ്പോൾ പാലക്കാട് കെട്ടുതാലി പണയം വെച്ചുകൊണ്ടായിരുന്നു പ്രതീകാത്മക പ്രതിഷേധം. കർഷകരോടുള്ള അവഗണനയ്ക്കെതിരെ കുട്ടനാട്ടിൽ കത്തോലിക്ക കോൺഗ്രസും പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചു. കൊച്ചിയിൽ നിന്ന് ദില്ലിയിലേക്ക് ഇന്നലെ രാത്രി പുറപ്പെടാനിരുന്ന എയർ ഇന്ത്യ 504 വിമാനത്തിന് എഞ്ചിൻ തകരാറ്. വിമാനം ടേക്ക് ഓഫിനിടെ റൺവേയിൽ വെച്ച് പെട്ടെന്ന് നിർത്തി. റൺവേയിൽ നിന്ന് വിമാനം തെന്നിമാറിയതായി സംശയിക്കുന്നുവെന്ന് വ്യക്തമാക്കി യാത്രികൻ കൂടിയായ എറണാകുളം MP ഹൈബി ഈഡൻ പറഞ്ഞു. യമനിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട മലയാളി നഴ്സ് നിമിഷപ്രിയയുടെ വധശിക്ഷ സംബന്ധിച്ച അവകാശവാദത്തിൽ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ മാപ്പു പറയുകയാണ് വേണ്ടതെന്ന് കൊല്ലപ്പെട്ട തലാൽ അബ്ദോ മഹദിയുടെ സഹോദരൻ അബ്ദുൽ ഫത്താഹ് മഹദി ആവശ്യപ്പെട്ടു. നിമിഷപ്രിയയുടെ മോചനവുമായി ബന്ധപ്പെട്ട ഇടപെടലുകളെക്കുറിച്ചും പുരോഗതിയെക്കുറിച്ചും കേന്ദ്ര സർക്കാരിനെ അറിയിച്ചിരുന്നുവെന്നും കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ പറഞ്ഞു. സർക്കാരിനെയോ മറ്റാരെയെങ്കിലും മറികടക്കാൻ തനിക്ക് ഉദ്ദേശമില്ലെന്നും അദ്ദേഹം പറഞ്ഞു. റിസാല അപ്ഡേറ്റിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു അദ്ദേഹം പറഞ്ഞത്. പോലീസ് ശാസ്ത്രജ്ഞൻ ഉൾപ്പെടെ ഒരുപാട് പേർ തനിക്ക് സുഹൃത്തുക്കളായിട്ടുണ്ടെന്നും തന്റെ പ്രസംഗത്തിൽ പറഞ്ഞ പോലീസിനെ മാത്രം തെരഞ്ഞെടുത്താൽ മതിയോ എന്നും BJP നേതാവ് ശോഭാ സുരേന്ദ്രൻ ചോദിച്ചു. പ്രതിഷേധ മാർച്ചിനിടെ ജലപീരങ്കി തുടർച്ചയായി അടിച്ച് BJPക്കാരെ കൈകാര്യം ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ടെന്ന് ഒരു പോലീസുകാരൻ വിളിച്ചറിയിച്ചിരുന്നുവെന്ന് ശോഭാ സുരേന്ദ്രൻ പ്രസംഗിച്ചിരുന്നു. ഗാസയിൽ ഇസ്രയേൽ നടത്തുന്ന യുദ്ധം ഉടൻ അവസാനിപ്പിക്കണമെന്നും ഹമാസ് ബന്ദികളാക്കിയവരെ ഉടൻ മോചിപ്പിക്കുന്നതിനുള്ള കരാർ ഉണ്ടാക്കണമെന്നും ആവശ്യപ്പെട്ട് ഇസ്രയേലിൽ പ്രക്ഷോഭം. 10,000-കണക്കിന് പേരാണ് ഞായറാഴ്ച ടെൽ അവീവിലെ ഹോസ്റ്റേജ് സ്ക്വയറിൽ നടന്ന പ്രക്ഷോഭ പരിപാടിയിൽ പങ്കെടുത്തത്. പ്രതിഷേധങ്ങളെ വിമർശിച്ച ഇസ്രയേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു ഇത്തരം പ്രക്ഷോഭങ്ങൾ ഹമാസിന്റെ നിലപാട് കൂടുതൽ കടുപ്പിക്കുമെന്നും ബന്ദികളുടെ മോചനം മന്ദഗതിയിലാക്കുമെന്നും പറഞ്ഞു. ബന്ദികളാക്കപ്പെട്ടവരുടെ കുടുംബങ്ങളും യുദ്ധം വ്യാപിക്കുന്നതിനെ എതിർക്കുന്നവരും രാജ്യത്ത് ദേശീയ പണിമുടക്കിന് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. ഇസ്രയേൽ നടത്തുന്ന തുടർച്ചയായ ബോംബാക്രമണങ്ങൾക്ക് പിന്നാലെ ഗാസ നഗരത്തിലെ തെക്കൻ സെയ്ദൂൺ പരിസരത്ത് നിന്ന്
ആയിരക്കണക്കിന് പേരാണ് പലായനം ചെയ്തതെന്ന് BBC റിപ്പോർട്ട് ചെയ്തു. കഴിഞ്ഞ ദിവസം ഗാസയിലുടനീളം ഇസ്രയേൽ നടത്തിയ ആക്രമണങ്ങളിൽ 40 പേരാണ് കൊല്ലപ്പെട്ടത്. ഗാസ സിറ്റിയിൽ നിന്ന് 10 ലക്ഷം ആളുകളെ ബലമായി തെക്കൻ പ്രദേശങ്ങളിലെ ക്യാമ്പുകളിലേക്ക് മാറ്റാനാണ് ഇസ്രയേലിന്റെ നീക്കം. എന്നാൽ തങ്ങളുടെ സൈന്യം ഗാസ സിറ്റിയിൽ എപ്പോൾ പ്രവേശിക്കുമെന്ന് ഇസ്രയേൽ ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല. ഐക്യരാഷ്ട്ര സംഘടനയുടെ കണക്കനുസരിച്ച് ഗാസയിൽ കുറഞ്ഞത് 1.9 ദശലക്ഷം ആളുകൾ, അതായത് ജനസംഖ്യയുടെ 90% ഇതിനോടകം പലായനം ചെയ്തിട്ടുണ്ട്. ഇസ്രയേലിന്റെ ആക്രമണത്തിൽ 61,000-ത്തിലധികം ഫലസ്തീനികളാണ് ഗാസയിൽ ഇതുവരെ കൊല്ലപ്പെട്ടത്. സമാധാന കരാറിന്റെ ഭാഗമായി US-നും യൂറോപ്പിനും ഇനി യുക്രൈന് ശക്തമായ സുരക്ഷ നൽകാൻ റഷ്യ സമ്മതിച്ചതായി റിപ്പോർട്ട്. ഒരു അംഗത്തിനെതിരെയുള്ള ആക്രമണം എല്ലാവർക്കുമെതിരെയുള്ള ആക്രമണമാണെന്ന നാറ്റോ ശൈലിയിൽ US-നും യൂറോപ്പിനും യുക്രൈന് സുരക്ഷ നൽകാൻ കഴിയുമെന്നും ഇക്കാര്യം അലാസ്ക ഉച്ചകോടിയിൽ വെച്ച് റഷ്യൻ പ്രസിഡന്റ് പുടിൻ സമ്മതിച്ചുവെന്നുമാണ് സൂചന. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രത്യേക പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫ് ആണ് CNN-നോട് ഇക്കാര്യം പറഞ്ഞത്. US-ന് ആർട്ടിക്കിൾ 5 പ്രകാരം യുക്രൈന് സംരക്ഷണം നൽകാൻ കഴിയുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. യുക്രൈൻ നാറ്റോയിൽ ചേരാൻ ആഗ്രഹിക്കുന്നതിന്റെ യഥാർത്ഥ കാരണങ്ങളിലൊന്നാണിത്, സ്റ്റീവ് വിറ്റ്കോഫ് CNN-നോട് പറഞ്ഞു. യുക്രൈൻ നാറ്റോയിൽ ചേരുന്നതിനെ പുടിൻ വളരെ കാലമായി എതിർത്തിരുന്നു. യുക്രൈന് നാറ്റോ അംഗത്വം നൽകുന്നതിനോടുള്ള പുടിന്റെ മുൻകാല സമീപനത്തിൽ ഇതോടെ മാറ്റം സംഭവിച്ചുവെന്നാണ് രാജ്യാന്തര മാധ്യമങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്. അതേസമയം വാഷിംഗ്ടണിൽ ട്രംപുമായും യൂറോപ്യൻ നേതാക്കളുമായും കൂടിക്കാഴ്ചയ്ക്കൊരുങ്ങുന്ന യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി രാജ്യത്തിന് സുരക്ഷ നൽകാനുള്ള തീരുമാനത്തെ ചരിത്രപരമെന്നാണ് വിശേഷിപ്പിച്ചത്. യുക്രൈൻ പ്രദേശത്തെക്കുറിച്ചുള്ള അവകാശവാദത്തിൽ റഷ്യ ചില വിട്ടുവീഴ്ചകൾക്ക് തയ്യാറായിട്ടുണ്ടെന്നും ഡൊണറ്റ്സ് മേഖലയെക്കുറിച്ച് തിങ്കളാഴ്ച നടക്കുന്ന കൂടിക്കാഴ്ചയിൽ ചർച്ച ചെയ്യുമെന്നും വിറ്റ്കോഫ് പറഞ്ഞു. ഇറാഖിലെ വടക്കൻ നഗരമായ മൊസോളിനടുത്ത് കണ്ടെത്തിയ കൂട്ടക്കുഴിമാടം തുറന്നു പരിശോധിക്കാൻ ആരംഭിച്ച് ഇറാഖ്. IS ഭീകരർ കൊന്നുതള്ളിയ മനുഷ്യരെ കുഴിച്ചിട്ടിരിക്കുന്ന ഇറാഖിലെ ഏറ്റവും വലിയ ശ്മശാന സ്ഥലങ്ങളിലൊന്നായാണ് ഇത് കരുതപ്പെടുന്നത്. IS ഭീകരർ അവരുടെ സ്വയം പ്രഖ്യാപിത ഇസ്ലാമിക് സ്റ്റേറ്റിന്റെ തലസ്ഥാനമായി പ്രഖ്യാപിച്ച മൊസോളിന് തൊട്ടടുത്താണ് കൂട്ടക്കുഴിമാടം സ്ഥിതി ചെയ്യുന്നത്. കൃത്യമായ കണക്കുകളൊന്നുമില്ലെന്നും 2018-ലെ ഐക്യരാഷ്ട്ര സംഘടനയുടെ റിപ്പോർട്ട് അനുസരിച്ച് ഖസ്വയിൽ 4000 മൃതദേഹങ്ങൾ വരെ IS ഭീകരർ കൊലപ്പെടുത്തി മറവ് ചെയ്തിട്ടുണ്ടെന്നുമാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. IS ഭീകരർ വധിച്ച ഇറാഖി സൈനികർ, ആഭ്യന്തര മന്ത്രാലയ ഉദ്യോഗസ്ഥർ, പൗരന്മാർ, യസീദി മതന്യൂനപക്ഷത്തിലെ അംഗങ്ങളായിരിക്കാം കുഴിയിൽ തള്ളപ്പെട്ടതെന്നാണ് നിഗമനം. കുഴിമാടത്തിന് 150 മീറ്റർ ആഴവും 110 മീറ്റർ വീതിയുമാണ് ഉള്ളത്. 2016-ൽ മാത്രം ഖസ്വയിൽ ഒറ്റ ദിവസം കൊണ്ട് 280 പേരെയാണ് IS ഭീകരർ കൊലപ്പെടുത്തി മറവ് ചെയ്തതെന്നാണ് നിഗമനം. ഇറാഖിലുടനീളം IS ഭീകരർ 200-ലധികം കൂട്ടക്കുഴിമാടങ്ങൾ നിർമ്മിച്ചിട്ടുണ്ടെന്നാണ് ഐക്യരാഷ്ട്ര സംഘടനയുടെ കണക്ക്. ഇതിലാകെ 12,000-ത്തോളം മൃതദേഹങ്ങൾ ഉണ്ടാകാമെന്നും അധികൃതർ പറയുന്നു. ആക്രമണ പദ്ധതിക്ക് തുടക്കമിടുന്ന ഇസ്രയേൽ സൈന്യം ജനങ്ങളെ തെക്കൻ മേഖലകളിലേക്ക് മാറ്റുന്നു. സുരക്ഷ ഉറപ്പാക്കാനെന്നാണ് ഫലസ്തീനികളെ ഒഴിപ്പിക്കുന്നത്. തെക്കൻ ഗാസയിൽ ടെന്റുകളും മറ്റു സഹായങ്ങളും ഒരുക്കുമെന്ന് ഇസ്രയേൽ അറിയിച്ചു. വടക്കുള്ള ഗാസ സിറ്റിയിൽ ആക്രമണം രൂക്ഷമായി. ഹമാസിന്റെ ആയുധങ്ങളും തുരങ്കങ്ങളും തകർക്കാനാണ് സൈന്യത്തിന്റെ നീക്കം. തെക്കൻ ഗാസയിലേക്ക് ആളുകളെ ഒഴിപ്പിക്കുന്ന നീക്കം വംശഹത്യയുടെ പുതിയ ഘട്ടത്തിന് തുടക്കമിടുമെന്ന് ഹമാസ് ആരോപിച്ചു. ഇസ്രയേലിൽ ഇന്നലെ നടന്ന രാജ്യവ്യാപക സമരത്തിൽ ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുത്തു. ഹമാസുമായി വെടിനിർത്തൽ കരാറിന് ശ്രമിച്ച് ബന്ദികളെ തിരികെ ആക്കാൻ ആവശ്യപ്പെട്ട് ജനങ്ങൾ തെരുവിലിറങ്ങി. ഇതിനിടെ ഗാസയിൽ നിന്ന് ചികിത്സയ്ക്കായി ഇറ്റലിയിലേക്ക് കൊണ്ടുപോയ യുവതി ആശുപത്രിയിൽ മരിച്ചതായി അധികൃതർ അറിയിച്ചു. ഇറ്റാലിയൻ ആശുപത്രിയിൽ ചികിത്സ നൽകിയിട്ടും സ്ഥിതി മോശമായ മാര അബു സുഹർ 20 വയസ്സാണ് മരിച്ചത്. യമനിലെ സനായ്ക്ക് സമീപം ഹൂതികളുടെ നിയന്ത്രണത്തിലുള്ള ഹസീസ് ഊർജ്ജ നിലയം ആക്രമിച്ചതായി ഇസ്രയേൽ അറിയിച്ചു. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയും തമ്മിൽ നടക്കാനിരിക്കുന്ന കൂടിക്കാഴ്ചയ്ക്ക് മുന്നോടിയായി നിലപാട് വ്യക്തമാക്കി യൂറോപ്യൻ നേതാക്കൾ. 3.5 വർഷമായി തുടരുന്ന യുദ്ധം അവസാനിപ്പിക്കാൻ ലക്ഷ്യമിട്ട് നടത്തുന്ന ചർച്ചയിൽ സെലൻസ്കിക്കൊപ്പം യൂറോപ്യൻ നേതാക്കളും പങ്കെടുക്കും. വാഷിംഗ്ടൺ DC-യിൽ വെച്ച് നടക്കുന്ന കൂടിക്കാഴ്ചയിലാണ് സെലൻസ്കിക്കൊപ്പം യൂറോപ്യൻ നേതാക്കളും പങ്കെടുക്കുക. അലാസ്ക ഉച്ചകോടിക്ക് ശേഷം യുദ്ധത്തെക്കുറിച്ചുള്ള പുടിന്റെ നിലപാട് സമയം കളയാനുള്ള മാർഗമാണെന്ന് യുക്രൈനും യൂറോപ്യൻ നേതാക്കളും നേരത്തെ വിമർശനം ഉന്നയിച്ചിരുന്നു. തിങ്കളാഴ്ച വൈറ്റ് ഹൗസിൽ വെച്ച് നടക്കുന്ന ചർച്ചകളിൽ
യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ് ഉർസുല വോൺ ഡെർ ലെയൻ, നാറ്റോ സെക്രട്ടറി ജനറൽ മാർക്ക് റുട്ടെ, ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കിയർ സ്റ്റാമർ, ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മെക്രോൺ, ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണി, ജർമ്മൻ ചാൻസലർ ഫ്രീഡ്രിച്ച് മെർസ് എന്നിവർ പങ്കെടുക്കും. കഴിഞ്ഞ ഫെബ്രുവരിയിൽ വൈറ്റ് ഹൌസിൽ വെച്ച് നടന്ന ചർച്ചയ്ക്കിടയിൽ ട്രംപും വൈസ് പ്രസിഡന്റ് JD വാൻസും സെലൻസ്കിയോട് കയർത്ത് സംസാരിച്ചിരുന്നു. ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനും യുക്രൈൻ ഒറ്റപ്പെടാതിരിക്കാനുമാണ് യൂറോപ്യൻ നേതാക്കൾ കൂടി ചർച്ചയ്ക്കായി വാഷിംഗ്ടണിൽ എത്തുന്നത്. US പൗരത്വത്തിന് അപേക്ഷ നൽകുന്ന വിദേശ പൗരന്മാർക്ക് വേണ്ട സ്വഭാവ സവിശേഷതകൾ എന്തെല്ലാമായിരിക്കണമെന്നതിനെപ്പറ്റി കൃത്യമായ മാർഗനിർദ്ദേശം പുറത്തിറക്കി US സിറ്റിസൺഷിപ്പ് ആൻഡ് ഇമിഗ്രേഷൻ സർവീസസ്. പൗരത്വം ലഭിക്കുന്നതിന് അപേക്ഷ നൽകുന്നവർക്ക് ഉയർന്ന ധാർമ്മിക മൂല്യം വേണമെന്നാണ് അധികൃതർ പറയുന്നത്. ഇത് സംബന്ധിച്ച കൃത്യമായ മാനദണ്ഡങ്ങളും അധികൃതർ പുറത്തിറക്കിയിട്ടുണ്ട്. മദ്യപിച്ച് വാഹനമോടിക്കുക, നികുതിയുമായി ബന്ധപ്പെട്ട കുടിശ്ശിക വരുത്തുക എന്നിവയെല്ലാം US പൗരത്വം ലഭിക്കുന്നതിന് തടസ്സമാണെന്ന് പുതുക്കിയ മാർഗനിർദ്ദേശത്തിൽ പറയുന്നു. വിദ്യാഭ്യാസ യോഗ്യത, ജോലി സ്ഥിരത എന്നിവയെല്ലാം പൗരത്വം ലഭിക്കുന്നതിന് സഹായകമാകും. 2024 സാമ്പത്തിക വർഷത്തിൽ 8.18 ലക്ഷം വിദേശ പൗരന്മാരാണ് US പൗരത്വം നേടിയത്. ഇതിൽ മുന്നിൽ മെക്സിക്കൻ സ്വദേശികളാണ്. 1,07,000 പേർ മെക്സിക്കൻ പൗരത്വം ഉപേക്ഷിച്ച് US പൗരത്വം നേടി. രണ്ടാം സ്ഥാനത്ത് ഇന്ത്യക്കാരാണ്. കഴിഞ്ഞ സാമ്പത്തിക വർഷം 49,000-ത്തിലധികം ഇന്ത്യക്കാർ US പൗരത്വം നേടി. കൊലപാതകം, ഗുരുതരമായ കുറ്റകൃത്യങ്ങൾ എന്നിവ പൗരത്വം ലഭിക്കുന്നതിന് തടസ്സമാണ്. അപേക്ഷകൻ ആരാണെന്നും അവർ സമൂഹത്തിൽ എങ്ങനെ ജീവിച്ചുവെന്നും പരിശോധനയ്ക്ക് വിധേയമാക്കും. സാധാരണയായി 5 വർഷമെങ്കിലും US-ൽ സ്ഥിരതാമസക്കാരായവർക്ക് US പൗരത്വത്തിന് അപേക്ഷിക്കാം. കൊച്ചിയിൽ നിന്നും ഡൽഹിയിലേക്ക് പുറപ്പെടേണ്ടിയിരുന്ന എയർ ഇന്ത്യയുടെ AI-504 വിമാനം റൺവേയിൽ നിന്ന് തെന്നിമാറിയതിനെ തുടർന്ന് ടേക്ക് ഓഫ് നിർത്തിവെച്ചു. രാത്രി 10:15 ബോർഡിംഗ് ആരംഭിച്ച വിമാനം ടേക്ക് ഓഫിനായി റൺവേയിലേക്ക് നീങ്ങുമ്പോഴായിരുന്നു സംഭവം. യാത്രക്കാരിൽ ഒരാളായ ഹൈബി ഈഡൻ MP തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് ഈ വിവരം ആദ്യം പുറത്തുവിട്ടത്. എഞ്ചിൻ തകരാറാണ് പ്രശ്നത്തിന് കാരണമെന്ന് വിമാന ജീവനക്കാർ അറിയിച്ചു. ക്യാപ്റ്റൻ വന്ന് സംസാരിച്ചു. എഞ്ചിന് സംഭവിച്ച താന്ത്രിക തകരാറ് ടെക്നീഷ്യന്മാർ പരിശോധിക്കുകയാണ്. ഇന്നലെ രാത്രി 10:40-നാണ് വിമാനം ടേക്ക് ഓഫ് ചെയ്യേണ്ടിയിരുന്നത്. ടേക്ക് ഓഫിന് തൊട്ടു മുൻപത്തെ റണ്ണിങ്ങിനിടെയാണ് ബ്രേക്ക് ചെയ്ത വിമാനം റൺവേയിൽ നിന്ന് തെന്നിമാറിയത്. വിമാനം റൺവേയിൽ നിന്ന് പാർക്കിങ്ങിലേക്ക് മാറ്റിയിട്ടുണ്ട്. എഞ്ചിൻ വൈബ്രേഷന് പ്രശ്നമുണ്ടെന്നാണ് അറിയാൻ സാധിച്ചത്. 1 മണിക്കൂറായി യാത്രക്കാർ വിമാനത്തിൽ തുടരുകയാണ്. പ്രശ്നം പരിഹരിച്ച് വൈകാതെ പുറപ്പെടുമെന്നാണ് കരുതുന്നത്. ഹൈബി ഈഡൻ മനോരമ ഓൺലൈനിനോട് പറഞ്ഞു.